നിസ്കാരത്തിന് പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ദിക്റാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഓരോരുത്തർക്കും അവരുടെ നിസ്കാരത്തിൽ നിന്ന് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? അവൻ നിസ്കാരത്തിൽ എപ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുവോ ആ സമയം മാത്രമാണ് നിസ്കാരത്തിൽ നമ്മൾ നാളെ ലഭിക്കാനുള്ളത്. നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് എന്താണോ, ഏത് സന്ദർഭത്തിലാണോ അവൻ ചൊല്ലുന്നത് ഓർത്തുകൊണ്ട് നിസ്കരിച്ച് അത് മാത്രമേ അവന് പരലോകത്തുള്ളൂ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കരിക്കും, അവന്റെ നിസ്കാരത്തിൽ ചില ആളുകൾക്ക് നിസ്കാരത്തിന്റെ പകുതി പ്രതിഫലം നൽകപ്പെടും, മറ്റു ചിലർക്ക് പകുതി നൽകപ്പെടില്ല, 1/3, 4/1, 5/1, അവിടുന്ന് 10/1 വരെ എണ്ണി പറഞ്ഞു തന്നെ. 10/1 ഒരാൾക്ക് ചിലപ്പോൾ പകുതി നൽകപ്പെടുന്ന വലിയ കാര്യമാണ്. നിസ്കാരം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ അത് വളരെ പൂർണ്ണത നേടിയെടുത്ത അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാതെ സാധിക്കുകയില്ല. നിസ്കാരം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ, നിസ്കാരത്തിന്റെ പൂർണ്ണ അർത്ഥത്തിൽ എങ്ങനെ നിർവഹിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു പോലെ, നീ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ, നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ പൂർണ്ണത. എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? അള്ളാഹുവിന്റെ മുൻപിലാണ് പരലോകത്ത് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ചു. ആ അവസ്ഥ ദുനിയാവിൽ തന്നെ ഒരാൾക്ക് ഉണ്ടാകുക എന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന അവസ്ഥയാണ്, നബിമാർക്ക് ലഭിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞു? അവിടുന്ന് നിസ്കരിക്കാൻ നിന്നാൽ ഒരു ചട്ടി തിളക്കുന്നത് പോലെ, അതിലെ വെള്ളം തിളക്കുന്നത് പോലെ അവിടുത്തെ ഹൃദയം അത് തേങ്ങുന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അവിടുത്തെ നിസ്കാരത്തിൽ ആ തേങ്ങലിന്റെ ശബ്ദമുണ്ടാകുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇമാം നിർത്താൻ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അബൂബക്കർ നിസ്കാരത്തിൽ നിന്നാൽ ഉടനെ കരയും റളിയല്ലാഹു അൻഹു. അത് ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഉന്നതമായ പദവിയാണ്. പക്ഷെ അത് ഒരാൾക്ക് ലഭിച്ചില്ല, അതിന് താഴെ നിസ്കാരം. സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നിസ്കാരം അത് ശരിയാവണ്ണം വരുതിയിലാക്കാൻ ഞാൻ 20 വർഷം പ്രയാസപ്പെട്ടിട്ടുണ്ട്. 20 വർഷം നിസ്കാരം എൻ്റെ കയ്യിൽപ്പെടുത്താൻ, അത് എനിക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലാകാൻ ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം അത് ആ സന്ദർഭത്തിൽ ഹൃദയത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയ ജിഹാദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നിസ്കാരത്തിന്റെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ചില ആളുകൾ അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ചിലപ്പോൾ തക്ബീർ ചെല്ലുമ്പോൾ നമ്മളെ തീരുമാനം എന്താ? സലാം കൂട്ടുന്നവരെ ഞാൻ ഒരു കാര്യവും വേറെ ചിന്തിക്കൂല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങും. പക്ഷേ ഒരു കാര്യം ചിന്തിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ നിസ്കാരം വേറെ വഴിക്കുന്നു അല്ലേ? ശൈത്താൻ അവൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സമയമാണ്. ചില സമയത്ത് ദുനിയവിയായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വേറെ എന്തെങ്കിലും നിസ്കാരവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം 20 വർഷക്കാലം ഞാൻ നിസ്കാരം അത് എൻ്റെ കയ്യിൽ എത്തിക്കുന്നതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ള 20 വർഷക്കാലം ഞാൻ നിസ്കാരം ആസ്വദിച്ചിട്ടുണ്ട്.